25 ഡേയ്സ് 25 ഇന്ത്യൻ ഓപ്പറേഷൻസ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി വേർതിരിക്കപ്പെട്ടപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനോട് ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ എന്നുള്ളൊരു നിബന്ധനയാണ് വെച്ചത്. എന്നാൽ കാശ്മീർ സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കൂടെയൊന്നും പോകാൻ ഇഷ്ടപ്പെട്ടില്ല. കാശ്മീരിൻ്റെ രാജ ഹരി സിംഗ് സ്വയം ഒരു ഭരണം നടത്തിക്കോളാം എന്നുള്ള രീതിയിലാണ് നിന്നത്. എന്നാൽ അതിനുശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് പാകിസ്ഥാനായി മാറിയെങ്കിലും പാകിസ്ഥാൻ ഇപ്പോഴും കാശ്മീരിനോടൊരു നോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടുത്തെ പഷ്തൂൺ ട്രൈബ്സ് ഉണ്ട് കാശ്മീരിൽ തന്നെയുള്ള, അവരെ അവിടെ വിഘടിക്കാൻ ശ്രമിക്കുകയാണ്. പഷ്തൂൺ ട്രൈബ്സിനോട് കാശ്മീർ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ കാശ്മീരിനെ പിന്നീട് പാകിസ്ഥാനോട് ചേർക്കപ്പെടാനായിട്ട് ഈ പഷ്തൂൺ ട്രൈബ്സിനെ ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ. പഷ്തൂൺ ട്രൈബ് അതായത് കുറച്ച് മുസ്ലിം ജനതയാണ്. അവരിൽ ഇത് ഇളക്കി വിട്ട് കാശ്മീർ പിടിച്ചെടുക്കാനുള്ള പാകിസ്ഥാൻ്റെ ഈ ശ്രമത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗുൽമർഗ് എന്നുള്ളത്. അപ്പോൾ ഈ ഓപ്പറേഷൻ ഗുൽമാർഗിൻ്റെ ഭാഗമായിട്ട് പഷ്തൂൺ ട്രൈബ്സ് കാശ്മീരിലേക്ക് കടക്കുകയാണ്. അവരുടെ ഉദ്ദേശം ശ്രീനഗർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം. അങ്ങനെ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് ലീഗൽ ആസെഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മളിതിൽ ഇടപെടൂ എന്ന്. അങ്ങനെയാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആസെഷൻ ഇന്ത്യയും കാശ്മീർ രാജാവും കൂടെ ഒപ്പുവെക്കുന്നത്. അങ്ങനെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി. അതിനുശേഷം നമ്മൾ മിലിറ്ററിയെ അങ്ങോട്ട് അയക്കുകയാണ്, അതായത് ശ്രീനഗർ എയർപോർട്ടിലേക്ക്. പെട്ടെന്ന് തന്നെ ആർമി വന്നു, വേണ്ട ആക്ഷനൊക്കെ എടുത്തു. അതുകൊണ്ട് പിന്നീട് ഈ ഓപ്പറേഷൻ ഗുൽമർഗ് പരാജയമായി മാറി. കാരണം അവർക്ക് അതിന് മുന്നോട്ട് പിന്നെ ഒന്നും നീങ്ങാൻ പറ്റിയില്ല. അവിടെ വെച്ച് അവരുടെ ആക്രമണവും എല്ലാം നിർത്തിവെക്കേണ്ടി വന്നു. ഈ ശ്രീനഗർ എയർപോർട്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ പഷ്തൂൺ ട്രൈബ്സ് പിടിച്ചടക്കിയിരുന്നെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നെല്ലാം പോയേനെ. പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് ഈ കാശ്മീർ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് ശ്രീനഗർ എയർപോർട്ടിൽ എയർലിഫ്റ്റ് ചെയ്ത് നമ്മുടെ സൈന്യം ഈ ഒരു നീക്കത്തിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ഓപ്പറേഷൻ ഗുൽമർഗ് എന്ന് ഇത് അറിയപ്പെടുന്നു. ഇതോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ആ ഒരു യുദ്ധം ആരംഭിക്കുന്നത്. 1947 അവസാനമൊക്കെ ആയപ്പോഴേക്കും ഈ യുദ്ധം ആരംഭിച്ചു. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ ആ ഒരു യുദ്ധത്തിൻ്റെ ഒരു കോൾഡ് വാർ അല്ലെങ്കിൽ വാർ റെലവൻ്റ് ആയി തന്നെ നമുക്ക് കാണുന്ന വിധത്തിൽ തന്നെ ആ ഒരു ശത്രുത ഇപ്പോഴും നിലനിന്ന് പോകുന്നു. അപ്പോൾ ഓപ്പറേഷൻ ഗുൽമാർഗിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇങ്ങനെയൊക്കെയാണ്.